ഈ ധ്യാന്റെ ഇന്റർവ്യൂ ഒക്കെ കാണാറില്ലേ? ധ്യാന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ചിരിക്കാറുണ്ടോ? ശരിക്കും പറ്റുന്ന കാര്യങ്ങൾ വകുപ്പുണ്ടെങ്കിൽ ചിരിക്കും. അവൻ അച്ഛനെ പോലെയാണ്, എല്ലാം തുറന്നു പറയും. ധ്യാൻ എല്ലാം തുറന്നു പറയും. ഞാൻ പലതും തുറന്ന് പറയില്ല, പക്ഷെ യഥാർത്ഥത്തിൽ. അതെയോ? അതെ, ഉറപ്പാ? ഉറപ്പ്. അവൻ ഇങ്ങനെ തുറന്ന് പറയുന്നു. ആ തുറന്നു പറയുമ്പോ എന്ത് തോന്നും ശ്രീചേട്ടന്? അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഇഷ്ടം എന്റെ സ്വഭാവം നേരെ തിരിച്ചാണ്. പലതും ഞാൻ തുറന്ന് പറയില്ല. അപ്പൊ അവൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഇഷ്ടപ്പെടില്ല. എന്നെ അവന്റെ അഭിനയമൊക്കെ ഇഷ്ടമല്ലേ? ധ്യാന്റെ സിനിമ അഭിനയമൊക്കെ അവൻ അഭിനയിക്കുന്നുണ്ട്. ഈ കൗണ്ടർ അടി നിർത്തിയിട്ടില്ല അല്ലേ? കൗണ്ടർ അടി നിർത്തിയിട്ടില്ല അല്ലേ? കൗണ്ടർ അടി നിർത്തിയിട്ടില്ല അല്ലേ? ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രീചേട്ടൻ ആശുപത്രിക്കാണ് പൊറോട്ട വേണമെന്ന് പറഞ്ഞ കഥ. ആ കഥ എങ്ങോട്ടാണ്? പൊറോട്ട ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും സന്ദർഭത്തിൽ അസുഖമൊന്നും ഇല്ലാത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും പൊറോട്ട വേണമെന്നോ. ഓ, കൊല്ലത്തിൽ ഒരിക്കലെങ്ങാനും ഒരു പൊറോട്ട തിന്നെങ്കിലായി, അത്രയേ ഉള്ളൂ. അത് പലപ്പോഴും നീയാട്ടന്റെ കൂടെ പുറത്തു പോകുമ്പോ ഇന്ന് ഒരു പൊറോട്ടയല്ല ആവാന്ന്, മറ്റു വീട്ടിൽ കയറ്റിയിട്ടൊന്നും പൊറോട്ട പണ്ട് മുതലേ പൊറോട്ട കയറ്റാറില്ല. ഓ, ഇവര് ഇഷ്ടപ്പെട്ടു പോകുന്നതിന് പൊറോട്ട വീട്ടിൽ കയറ്റൂല. അങ്ങനത്തെ മോശം സാധനമൊന്നും കഴിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പൊറോട്ട മോശം സാധനമാണോ? മൈദ കൊണ്ട് അടിച്ച് അങ്ങനെ കേരളത്തിന്റെ ദേശീയ ഭക്ഷണം എന്നാ പറയണത്. മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. മാത്രമല്ല, ഒരു പൊറോട്ടക്ക് 10 ഗ്ലാസ് വെള്ളം കുടിച്ചാലേ വയറ് ശരിയാവും. അതുപോലത്തെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കഴിക്കരുത് എന്നാ പറയുന്നത്. പക്ഷെ വല്ലപ്പോഴും ഒന്ന് ഇപ്പൊ നേട്ടന്റെ കൂടെ പുറത്തെല്ലാം പോകുമ്പോ നേട്ടൻ കഴിക്കാറില്ല. ഒരു പൊറോട്ട അന്നേരം ഞാൻ കഴിക്കും. അതുപോലെ ധ്യാന് എപ്പോഴെങ്കിലും അമ്മക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒരു പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടായി പറയുന്നത്. അപ്പൊ ഇപ്പം പുറത്തല്ലേ ഉള്ളു, അന്നേരം ഒരു പൊറോട്ട കഴിക്കാൻ എന്നുള്ള അർത്ഥത്തില്. ഇന്റർവ്യൂ ഒക്കെ അമ്മയും കാണുന്നുണ്ടല്ലോ. ഞാൻ എല്ലാം ഒന്നും കാണാറുണ്ടല്ലോ. അപ്പൊ ഈ കഥകളൊക്കെ പറഞ്ഞ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് കുറെ സങ്കടം ഉള്ളത് കൊണ്ട് അങ്ങനെ എല്ലാ ഇന്റർവ്യൂ ഞാൻ കാണാറില്ല. എന്ത് സങ്കടം? അതെല്ലാം ഓരോന്നുണ്ടാവോ. അപ്പൊ ഞാൻ പറഞ്ഞതിൽ സങ്കടമുണ്ടോ? അങ്ങനെ അല്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൽ എന്തോ സങ്കടമുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തോ സങ്കടമുണ്ട് അല്ലേ? ആര്? ധ്യാനൂട്ടൻ. ധ്യാൻകുട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ? അങ്ങനെ പറഞ്ഞതിന് ഞാനൊരു ജോക്കായിട്ട് പറയണല്ലോ അതൊക്കെ. അത് തന്നെ. അല്ല, അതൊക്കെ അങ്ങനെ പറഞ്ഞു ഒരു തമാശ രീതിക്ക് എടുത്താൽ മതി അല്ലേ? ഒരു അമ്മയെ കുറിച്ച് മോൻ തമാശ രീതിക്ക് പറയുന്ന കാര്യം, മോനെ കുറിച്ച് അമ്മമാരും അച്ഛന്മാരും തമാശ രീതിക്ക് പലതും പറയാറില്ലേ? അതാ തമാശ രീതിക്ക് നമ്മൾ എടുക്കാവുള്ളൂ അല്ലേ? അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ആൾക്കാരൊക്കെ മൊത്തം തമാശയിലെ കുഴപ്പമില്ല. ആൾക്കാര് മൊത്തം തമാശയിലല്ലേ അവന്റെ സംസാരം കാണുന്നത്. ഞാനെല്ലാം മാറിയിപ്പോ. ഞാൻ എന്റെ ഒരു ലാസ്റ്റ് ഇന്റർവ്യൂ പറഞ്ഞു, അതോടുകൂടി ഇന്റർവ്യൂ നിർത്തുകയെന്ന് പറഞ്ഞു. എന്റെ ഒരു സീരിയസ് ഇന്റർവ്യൂ ആണ്, തമാശയും ചിരിയൊന്നും ഇല്ലായിരുന്നു. നല്ല ഗൗരവമായിട്ട് കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ധ്യാൻ. പക്ഷേ അവൻ ചെറുപ്പത്തിലൊക്കെ പഠിക്കാനെല്ലാം മിടുക്കനായിരുന്നു. വിനീതൂട്ടനേക്കാളും ഒന്നും കൂടി ഷാർപ്പ് ബ്രെയിൻ ആയിരുന്നു അവൻ്റെത്. പിന്നെ അച്ഛൻ തന്നെ റാണി ചെയ്യുന്ന പ്രൊഫഷൻസി പ്രൈസ് കൊടുത്തിട്ടുണ്ട് അവന്. അതിന് ഫോട്ടോ ഉണ്ട്. വിനീതൂട്ടന് 10ാം ക്ലാസ്സില് മാപ്പിളപ്പാട്ടിന് സ്റ്റേറ്റില് പ്രൈസ് കിട്ടിയില്ലേ? ആ സമയത്ത് ധ്യാനൂട്ടന് അച്ഛൻ പിന്നെ പ്രൊഫഷൻസി പ്രൈസും കൊടുത്തിരുന്നു. വിനീതൂട്ടന് ഗോൾഡ് മെഡല് അത് അച്ഛൻ തന്നെയാണ് കൊടുത്തത്. അവര് റാണിജീന്ന് അച്ഛനെ ഇൻവൈറ്റ് ചെയ്തു അവിടുത്തെ ആനിവേഴ്സറിക്ക്. അപ്പോ ഏട്ടൻ തന്നെയാണ് രണ്ടുപേർക്കും കൊടുത്തത്. പിന്നെ നമ്മള് ആ സമയത്ത് പിന്നെ രഞ്ജിത്തിന്റെ ഒരു സിനിമ, ശോഭന അഭിനയിക്കുന്ന ഷൂട്ടിങ് എവിടെ നടക്കുകയാണ്. അപ്പോ വിനീതിന്റെ മാപ്പിളപ്പാട്ടിൽ 1ാം സമ്മാനം കിട്ടിയ വിനീതിന്റെ
ഇവളാണ് എപ്പോഴും കൊടുക്കുക. ഇവളുടെ ഫോട്ടോ മാതൃഭൂമിയിലെ മറ്റോ വന്നത് രഞ്ജിത്ത് ശോഭനയെ കാണിച്ചു. അപ്പൊ വിനീത് ഏകദേശം അന്നത്തെ എൻ്റെ ഒരു മുമ്പ് തോന്നും. അപ്പൊ ശോഭനയോട് രഞ്ജിത്ത് പറഞ്ഞു, കണ്ടോ, പിന്നെ പുള്ളിയുടെ ഭാര്യയും മോനുമാണെന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങ് തിരുവനന്തപുരത്താ മറ്റും. ഉടൻ സ്വീകരിക്കണം ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി. അപ്പൊ ശോഭനയ്ക്ക് സംശയം, അവർ അന്തമാതിരിയുള്ള കടയിൽ നിന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പൊ രഞ്ജിത്ത് പറഞ്ഞ് വിശ്വസിച്ചിട്ട് സത്യമാണ്, ഭയങ്കര പ്രശ്നത്തിൽ. അങ്ങനെ ശോഭനെ കാണുമ്പോഴൊക്കെ ഇത് പറയാൻ ചോദിക്കണമെന്നുണ്ട്, പറയാനൊരു മടി. പറഞ്ഞ് വിശ്വസിപ്പിച്ചോ? ശോഭനനെ വിശ്വസിപ്പിച്ചു? ശോഭന പറഞ്ഞ അന്തമാതിരി ആളല്ല എന്നൊക്കെ പറഞ്ഞു. അതെ. അത് കേട്ട് ഇവർക്ക് ഈ കേസ് എന്തായി അറിയാനുള്ള താല്പര്യമുണ്ട്. എൻ്റെ മുകളിൽ അതേ മോനില്ല, അതുകൊണ്ടാണ് വിശ്വസിച്ച് പോയത്. ശരിയായിരിക്കും, അറിയില്ല, ആൾക്കാർ പല വിധത്തിലല്ലേ. മാനത്തെ വെള്ളിത്തേര് എന്ന് പറഞ്ഞ് സിനിമയുടെ ഷൂട്ടിങ്ങിന് സമയത്ത് അവിടെ വളരെ തമാശയുണ്ട്, അധികം പറയാം. പക്ഷെ എന്നോട് പതുക്കെ ശോഭന ചോദിച്ചു, ഇങ്ങനെ അവർക്ക് മലയാളം അവിടെ അത്ര സംസാരിക്കാൻ അറിയില്ല. മലയാളിയാണെങ്കിലും തമിഴ്നാട്ടിലെ ജനിച്ചു മുഴുവൻ പിടിച്ചൊക്കെ ഇന്തമാതിരി വിഷയം എളിപ്പെട്ട അത് എപ്പടി അച്ഛന്ന് ഞാൻ പറഞ്ഞ് അന്ത വിഷയം സോൾവായിരിച്ചു, വേറെ നിറയെ വിഷയങ്ങൾ ഇരിക്കുന്നു. ഒത്തിരി വിഷയങ്ങൾ വീണ്ടും ഇരിക്കുകയാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഞാനിത് പ്രൊഫഷണലായിട്ട് എടുത്തിരിക്കുന്നു. പിന്നെ ഒന്നും മിണ്ടിയില്ല. ഈ ഇങ്ങനെ ഒത്തിരി ഓർമ്മകളുണ്ടല്ലോ അല്ലെ? അന്ന് ചേച്ചിയാണല്ലോ ഇവരുടെ സ്കൂളിലൊക്കെ പോണേ അല്ലെ? ഈ മത്സരത്തിന് പോകുമ്പോ ചേച്ചിയാണോ കൂടെ പോകുന്നത് അല്ലെ? ചേട്ടൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ആയിരിക്കുമല്ലോ അല്ലെ? ഈ ചെന്നൈയിലുള്ള ജീവിതമാണ്, ചെന്നൈയിലായിരുന്നല്ലോ ജീവിതം അല്ലെ? ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ചെന്നൈയിൽ അച്ഛന്റെ ജീവിതത്തിൽ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ധ്യാൻകുട്ടനെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേ, അച്ഛനൊക്കെ ചെന്നൈയിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്, അന്നൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ അച്ഛനെന്ന്. അത് വലിയ പ്രയാസത്തോടുകൂടിയാ ധ്യാൻകുട്ടൻ പറഞ്ഞത്. ധ്യാനല്ല, അച്ഛനെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല അന്ന് സിനിമാക്കാർ. അച്ഛനെ നോക്കിയിട്ടൊന്നുമില്ല. അന്ന് അച്ഛനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാലോ ചെന്നൈയില്. അന്നൊന്നും അച്ഛനെ ഒന്നും ആരും തിരിഞ്ഞു നോക്കാണ്ട് ഒത്തിരി ആളുകളുണ്ട്. ഇന്നിപ്പോ അച്ഛനൊക്കെ വലിയ കാര്യമാണ് അവർക്ക്. അതെ, അന്ന് ഈ കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പിന്നെ മുക്കാൽ ഭാഗം കഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല.